അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അക്രിം ജാറക വലൗ കാന കാഫിർ. നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കുക, കാഫിറാണെങ്കിൽ അവനെ ബഹുമാനിക്കണമെന്നും പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം. അയൽവാസി വിശന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് വയറു നിറയ്ക്കുന്നവൻ വലൈസ മിന്ന, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. ആരാണ് യഥാർത്ഥ മുസ്ലിം? തൊപ്പി വെച്ചതുകൊണ്ടോ താടി വെച്ചതുകൊണ്ടോ വലിയ ജുബ്ബ ധരിച്ചതുകൊണ്ടോ ഒന്നും തന്നെ യഥാർത്ഥ മുസ്ലിമാവുകയില്ല. മുസ്ലിം എന്ന് വെച്ചാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നവൻ്റെ നാവിനാലും അവൻ്റെ കയ്യിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക. അങ്ങനെ നാം അത്തിഉല്ലാഹ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നു. അതുകൊണ്ട് നാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനായിട്ട് നാം ആക്കിബത്തോടു കൂടിയുള്ള ജീവിതം, ആക്കിബത്ത് കിട്ടുന്നതിനായി, അന്തിമ വിജയം നന്നാകുന്നതിനായി നാം തഖ്വയോടുകൂടിയുള്ള ജീവിതം നാം നയിക്കുക. വൽ ആക്കിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് നാം തഖ്വലിലാഹി മദാറു കുല്ലി സആദത്തി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. തഖ്വയോടുകൂടി മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.